ഇന്ന് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സീ ഫുഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഹരികളിലാണ് ഇന്ന് വലിയ രീതിയിലൊരു മുന്നേറ്റം നമ്മൾ കണ്ടത്. ആ ഒരു ഓഹരികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതായാലും ഇന്ന് വലിയ രീതിയിൽ മുന്നേറ്റം കണ്ട ഒരു ഓഹരി എന്ന് പറയുന്നത് അവൻറ്റി ഫീഡായിരുന്നു. രണ്ടാമത്തെ ഒരു ഓഹരി എന്ന് പറയുന്നത് അപ്പെക്സ്, മൂന്നാമത്തെ ഒരു ഓഹരി എന്ന് പറയുന്നത് കോസ്റ്റൽ കോർപ്പറേഷൻ. ഈ ഒരു 3 ഓഹരിയിലും വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ഇന്ന് മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. ഇതിൽ കോസ്റ്റൽ കോർപ്പറേഷൻ നോക്കുമ്പോൾ 20% ഒരു അപ്പർ സർക്യൂട്ട് ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. അപ്പെക്സ് നോക്കുമ്പോൾ 16.94% നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. അവന്തി ഫീഡിൽ 13% നേട്ടം എന്ന രീതിയിലുള്ള ഒരു ട്രേഡിംഗുമാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ കോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ചില ന്യൂസുകൾ ഉണ്ടായിരുന്നു. അതിൽ കോസ്റ്റൽ കോർപ്പറേഷനൊക്കെ എടുത്തു പറയുമ്പോൾ ഇന്ന് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെച്ച് തന്നെ ഈ ഒരു വാർത്തയെ തുടർന്ന് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പോസിറ്റീവായിട്ടുള്ള ചില ഡെവലപ്മെൻറ്റ്സ് ഈ ഒരു മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ തുടർന്നാണ് ഈ ഒരു നേട്ടം രേഖപ്പെടുത്തിയതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ നോക്കുമ്പോൾ ഈ താരിഫുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അമേരിക്കയിലോട്ടുള്ള എക്സ്പോർട്ടിനൊക്കെ 50% താരിഫൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ ഒരു ഓഹരികൾക്ക് ഇപ്പോൾ ഒരു നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വാർത്തകളാണ് എടുത്തു പറയേണ്ടത്. അതിൽ യൂറോപ്യൻ യൂണിയൻ നിലവിൽ 102ഓളം ഇന്ത്യൻ ഫിഷറി എസ്റ്റാബ്ലിഷ്മെൻ്റാണ് ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യാനുള്ള അനുമതി നൽകിയതായിട്ടുള്ള വാർത്തകൾ വന്നിരിക്കുന്നത്. മാത്രമല്ല വലിയ രീതിയിലുള്ള സപ്പോർട്ടൊക്കെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഈ ഒരു മേഖലയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ത്യൻ ഈ സീ ഫുഡ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളിൽ വളരെ പോസിറ്റീവായ രീതിയിലുള്ള ഒരു വിലയിരുത്തലാണ് യൂറോപ്യൻ യൂണിയൻ ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഫുഡ് സേഫ്റ്റി, മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ക്വാളിറ്റി കൺട്രോൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ഇന്ത്യ കീപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്ത്യൻ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന കമ്പനികൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നൊരു വിലയിരുത്തലാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് സ്റ്റോക്കിനെ സംബന്ധിച്ച് വലിയ രീതിയിലൊരു നേട്ടം ഇന്നിപ്പോൾ രേഖപ്പെടുത്തുന്നതായിട്ടാണ് നിലവിൽ കാണുന്നത്.